അസ്സലാമു അലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഹാർട്ട് ഡിസീസ് ഒരുപാട് പേർക്ക് കൂടി വരുന്നുണ്ട് അല്ലേ. കോവിഡിനൊക്കെ ശേഷം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക, ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുക, ഇതൊക്കെ കാർഡിയാക് അറസ്റ്റ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നതും. അതിന് നമ്മൾ എന്താണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്? മരണം അപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. എന്നാലും കുറേയൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളെ തടയാനായിട്ട് സാധിക്കും. ഇപ്പം മരണം അല്ലാതെ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കാം. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി, ആ ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ പൈസ മുടക്കേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞാൽ ബ്ലോക്കിനനുസരിച്ചാണ് എമൗണ്ട് വരുന്നത്. അതുകൂടാതെ ഹോസ്പിറ്റലൈസേഷൻ, കൂടെയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ ഒരു തട ഇടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, അത് നിർബന്ധമുള്ള കാര്യം കേട്ടോ. ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും ഡയറ്റിനെ കാട്ടിയും വ്യായാമം ഇല്ലായ്മയെ കാട്ടിയും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട്സ് പറയുന്നത് സ്ട്രെസ്സാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളതാണ്. എപ്പോഴും സ്ട്രെസ്സിന് എന്താണ് നിങ്ങളുടെ കാരണം? ഇപ്പം എൻ്റെ സ്ട്രെസ്സിന് എന്താ കാരണമെന്ന് എനിക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ സ്ട്രെസ്സിന് എന്താ കാരണമെന്ന്. ഇതിൽ മിക്കവരുടെയും ഒരു പ്രോബ്ലം എന്നുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അറിയായിക, അതായത് നമ്മുടെ വരവിന് അനുസരിച്ച് ചിലവാക്കാൻ അറിയായിക ആണ്. എൻ്റെ ഇത്രയും കാലത്തൊരു ലൈഫിനനുസരിച്ച് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഇതാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുക, കാണിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ വരവിനനുസരിച്ച് ചിലവ് നിൽക്കില്ല. ചിലവ് കൂടുതലും വരവ് കുറവുമാണെങ്കിൽ എന്താ പറ്റുക? ഓൾവേസ് കടം വരും, ലോൺ വരും, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഒന്നായിട്ട് പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ കംപ്ലീറ്റ് ലൈഫിനെ തന്നെ തകർക്കും. സ്ട്രെസ്സ് കൂടും, അസുഖങ്ങൾ കൂടും, വീണ്ടും ഇരട്ടി ചിലവാകും, അതിന് വീണ്ടും ലോൺ എടുക്കേണ്ട അവസ്ഥ വരും. ഇങ്ങനെ വരുമ്പോഴാണ് മെയിനായിട്ട് പ്രോബ്ലം ഉണ്ടാകുന്നത്. ഈ ഫിനാൻഷ്യൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെപ്പോഴും പറയാറുണ്ട് പൈസയല്ല വലുതെന്ന്, പക്ഷെ പൈസ വലുത് തന്നെയാണ്. എല്ലാ കാര്യത്തിനും പൈസ വേണ്ടേ? പൈസ ഇല്ലാതെ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണേ? അപ്പോൾ പൈസ അത്യാവശ്യമാണ്, പക്ഷേ നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ജീവിക്കാതിരിക്കുക. അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കപ്പാസിറ്റിക്ക് കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇടിയുന്നത്. അപ്പോൾ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ കൂടെയുള്ളവർ നമ്മൾ ഈ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രയാസപ്പെടുന്ന ആളുകളൊന്നും നമ്മൾക്കൊരു പ്രയാസം വരുമ്പോൾ കൂടെ നിൽക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് എപ്പോഴും ഒരു സേവിങ്സ് വേണം. അതുകൂടാതെ തന്നെ സേവിങ്സ് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ്, അത് ചെറുതാണെങ്കിൽ പോലും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനായിട്ട് കുറച്ച് എമൗണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു ചിട്ടയായ ജീവിതം നയിക്കുക. എങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്ട്രെസ്സ് കൂടിക്കഴിയുമ്പോൾ നിങ്ങൾ യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ സ്ട്രെസ്സ്, അതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞ് ഇത്ര ആക്കിയത് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറ്റാണ്. ഡയറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പുറമേ നിന്നുള്ള ഭക്ഷണം ഞാൻ കഴിക്കില്ല എന്നുള്ളൊരു ശബ്ദം ചെയ്യാം. അങ്ങനെ ശബ്ദം ചെയ്തിട്ടും കാര്യമില്ല, ചില സിറ്റുവേഷൻസിൽ നമുക്ക് കഴിക്കേണ്ടി വരും. എന്നാലും റെഗുലർ ആയിട്ടുള്ള ഒരു പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് മാറ്റിവെക്കുക തന്നെ വേണം. ഒരിക്കലും അത് ചെയ്യരുത്. എപ്പോഴും റെഗുലർ ആയിട്ട് ഈ പുറമേ നിന്നുള്ള വറുത്ത എണ്ണകളും അതുപോലെ തന്നെ കെമിക്കൽസും ഇതൊക്കെ റെഗുലറായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് വരുമ്പോൾ അത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും അതുവഴി ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി വീട്ടിൽ കുക്ക് ചെയ്യുന്ന രീതിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭക്ഷണം എപ്പോഴും കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെളിച്ചെണ്ണ ബെറ്റർ ആണ്, പക്ഷേ
ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ നല്ലതാണെന്ന് വെച്ചിട്ട് ഒരുപാട് ഒഴിച്ചങ്ങ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. പാചകത്തിന് എപ്പോഴും വെളിച്ചെണ്ണ ബെറ്റർ ആണ് എങ്കിലും വെളിച്ചെണ്ണ ഡീപ്പ് ഫ്രൈയിങ്ങിന് അത്ര നല്ലതല്ല കേട്ടോ. ഭക്ഷണം ഒരുപാട് നമ്മൾ ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന ആഹാര സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ മീൻ ഫ്രൈ, ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കുക മീൻ, പിന്നെ അതുപോലെ തന്നെ പപ്പടം കാച്ചുക, ഇതിനൊന്നും വെളിച്ചെണ്ണ അത്ര ബെറ്റർ അല്ല. കാരണം ഇതിന് സ്മോക്ക് പോയിന്റ് കുറവാണ്. സ്മോക്ക് പോയിന്റ് കൂടുതലുള്ള എണ്ണകളാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നല്ലത്. അതായത് സൺഫ്ലവർ ഓയിൽ, തവിടെണ്ണ, ഇതിലൊക്കെ സ്മോക്ക് പോയിന്റ് കൂടുതലാണ്. സ്മോക്ക് പോയിന്റ് കുറവെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് പുക വരുമല്ലോ. അപ്പം അങ്ങനെ പുക വരുന്ന എണ്ണകളാണ് സ്മോക്ക് പോയിന്റ് കുറവുള്ള എണ്ണകളെന്ന് പറയുന്നത്. പെട്ടെന്ന് പുക വരും. അപ്പോൾ അതുകൊണ്ട് അതിൽ കെമിക്കൽസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത്യാവശ്യം കറികൾ താളിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം പാചകത്തിനൊക്കെ വെളിച്ചെണ്ണ, അധികം ചൂടാക്കാത്ത പാചകത്തിനൊക്കെ വെളിച്ചെണ്ണ ബെറ്ററാണ്. എങ്കിലും ഡീപ്പ് ഫ്രൈയിങ്ങിന് ബാക്കിയുള്ള ഓയിൽസാണ്, സ്മോക്ക് പോയിന്റ് കൂടിയ ഓയിൽസാണ് നല്ലത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് ഷുഗർ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ്, ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ റിഫൈൻഡ് വെളിച്ചെണ്ണ കിട്ടും, ഓയിൽസ് കിട്ടും. അപ്പോൾ അതൊന്നും അത്ര നല്ലതല്ല. ഓക്കെ, റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ കിട്ടും, അത് നല്ലതല്ല. അല്ലാത്ത സൺഫ്ലവർ ഓയിലാണ് നല്ലത്. ഓക്കെ, റിഫൈൻഡ് എന്നുള്ള പദമുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ മൈദ, റവ റിഫൈൻഡ് ആട്ടോ, റവ റിഫൈൻഡ് ആണ്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 4 മണിക്കൊക്കെ ആണെങ്കിലും സാധാരണ വീട്ടിൽ മുതിർന്നവർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതനുസരിച്ച് കുട്ടികളും വേണമെന്ന് വാശി പിടിക്കരുത്. കുട്ടികൾക്ക് അത്യാവശ്യം ഫ്രൈഡ് ആയിട്ടുള്ള ആഹാര സാധനം കൊടുക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. അവർക്ക് 4 മണിക്ക് ഇപ്പോൾ ഫ്രൈ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ പഴംപൊരി, സവാളയുടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. കട്ട്ലറ്റോ സമൂസയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 2 എണ്ണമൊക്കെ മതിയാവും, കൂടുതലാവരുതെന്നേ ഉള്ളൂ. പക്ഷേ മുതിർന്നവർ ശ്രദ്ധിക്കാം. വീട്ടിലുള്ള മുതിർന്നവർ ഈ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന അട, കൊഴുക്കട്ട പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. അവല് നല്ലൊരു ഫുഡാണ്, അയൺ റിച്ച് ആണ്. അപ്പോൾ അവല് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സീഡ്സ്, അതായത് വിത്തുകൾ യൂസ് ചെയ്യാവുന്നതാണ് കഴിക്കാനായിട്ട്. ഒന്ന് കുറയ്ക്കണമെന്ന് തോന്നുവാണെങ്കിൽ സീഡ്സ് നല്ലതാണ്. അതുപോലെ നട്ട്സ്, ബദാമോ കാഷ്യൂസോ ഒക്കെ യൂസ് ചെയ്യാം. ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക, 5 എണ്ണം മാത്രം. ഇതൊക്കെ ഒരു ടീ ടൈമിൽ യൂസ് ചെയ്യാം. അല്ലാതെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ വീട്ടിലുള്ള മുതിർന്നവർ കഴിയുന്നത്ര ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നോർമൽ ഫുഡ് എന്തൊക്കെ കഴിക്കാം? നോർമൽ ഫുഡ് എല്ലാം കഴിക്കാം. ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ടൊക്കെ യൂസ് ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉപയോഗിക്കാം, റാഗി ഉപയോഗിക്കാം, ഓട്സ് ഉപയോഗിക്കാം, ബാക്കിയുള്ള മില്ലറ്റ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കുക്കിംഗ് രീതിയാണ് ശ്രദ്ധിക്കേണ്ടത്. ചപ്പാത്തി ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് ഒരുപാട് എണ്ണ, നെയ്യൊക്കെ കോരി ഒഴിച്ച് ചപ്പാത്തി ഉപയോഗിക്കാൻ പാടില്ല. അധികം നെയ്യും എണ്ണയൊന്നും ഇല്ലാത്ത ചപ്പാത്തി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ദോശയാണെങ്കിലും ഒരുപാട് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് ചിലർ ഉണ്ടാക്കുമല്ലോ, അങ്ങനത്തെ ദോശകളൊന്നും അഡ്വൈസബിൾ അല്ല. നോർമലായിട്ട് അധികം എണ്ണയൊന്നും ഇല്ലാത്ത ദോശ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പൂരി കഴിയുന്നത്ര ഒഴിവാക്കുക. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനത്തിൽ പെടുന്നത് തന്നെയാണ് പൂരിയും. അതുകൊണ്ട് അത് ഒഴിവാക്കുക. കൂടുതലും നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ആഹാര സാധനങ്ങൾ, ഇഡലി, നൂലപ്പം, പുട്ട്, ഇതൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ. തൈര്, മോര് ഇതൊക്കെ യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് പലരും. തൈര്, മോരൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പാല് യൂസ് ചെയ്യുന്നതുകൊണ്ടും പ്രോബ്ലം ഒന്നുമില്ല. പാടം മാറ്റിയിട്ട്, ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിലും 1 ഗ്ലാസ് പാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പാടം മാറ്റിയിട്ട് ഉപയോഗിക്കുക. പാടയിലാണ് അതിൻ്റെ ഫാറ്റ് കംപ്ലീറ്റ് ഇരിക്കുന്നത്. അത് മാറ്റുമ്പോൾ ബാക്കി ലിക്വിഡ് പ്രോട്ടീനും അതുപോലെ കാൽഷ്യം ഒക്കെയാണ്. അത് ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ പാടം മാറ്റിയിട്ട് നിങ്ങൾക്ക് മധുരം ഇടാതെ ഒരു 1/4 ടീസ്പൂൺ ശുദ്ധമായ മഞ്ഞൾ പൊടി മിക്സ് ചെയ്ത പാലാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. നമ്മുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. അത് കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ചെറിയ ചൂടോടെ ഞാൻ പറഞ്ഞ പോലെ ഈ മഞ്ഞൾ മിക്സ് ചെയ്ത പാല് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ രോഗികൾക്ക് വളരെ നല്ലതായിരിക്കും അത്. ഡിന്നർ നേരത്തെ ആക്കണം കേട്ടോ. ഡിന്നർ 12 മണി 1 മണിക്കൊക്കെ കഴിക്കുന്നതും ആ ലൈഫ് സ്റ്റൈലിലുള്ള ഒരു ചേഞ്ചാണ് കാണിക്കുന്നത്. പണ്ടൊക്കെ ഒരു 8 മണിക്ക് മുമ്പ് എപ്പോഴും ഡിന്നർ കഴിച്ചിട്ട് ഒരു 10 മണിക്കുള്ളിൽ എല്ലാവരും കിടന്നിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അങ്ങനല്ല. 12 മണിക്ക് ഡിന്നർ കഴിച്ചിട്ട് 2-3 മണിക്കൊക്കെയാണ് കിടക്കുന്നത്. അതത്ര നല്ല ഹാബിറ്റ് അല്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാട്ടോ. 45 മിനിറ്റ്സ് എല്ലാവർക്കും വർക്കൗട്ട് ചെയ്യാം. ഒരുപാട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് വാക്കിംഗ് മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി റുട്ടീനിലെ ആക്ടിവിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുക. ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കരിക്കും വെള്ളം, മോരും വെള്ളം, നാരങ്ങാ വെള്ളം, ഇങ്ങനെയുള്ള വെള്ളങ്ങൾ കുടിക്കാവുന്നതാണ്. ഇനി ഫ്ലേവേർഡ് വാട്ടർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കുംബറിൻ്റെ സ്ലൈസോ അതുപോലെ ലൈമിൻ്റെ സ്ലൈസോ ഒക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം
ആ വെള്ളവും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെള്ളം നന്നായിട്ട് കുടിക്കുക, സ്ലീപ്പ് പ്രോപ്പറായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്ന കാര്യമാണ്, ഉറക്കം മസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റും ആവശ്യമാണല്ലോ. എന്നും നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ബോഡിക്ക് ഒരു റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ അതിന് തന്നെ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് നിർത്താം. ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് റിവേഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ ഇനിയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ഉണ്ടാവുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.